ഗുഡ് മോർണിംഗ്. അപ്പോൾ 4 മണിയായപ്പോഴത്തേനും സൂര്യനൊക്കെ വന്ന് ഞാനൊരു 4:30 ആയപ്പോൾ ഞാൻ കണ്ടിങ്ങനെ ഇന്നലെ അറിയാമായിരുന്നല്ലോ. അപ്പോൾ അന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഉണന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 4:30 ആയപ്പോഴേ എഴുന്നേറ്റുള്ളൂ കേട്ടോ. എഴുന്നേറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ പിന്നെയും കിടന്നു. കാരണം ആരും എഴുന്നേറ്റുണ്ടായിരുന്നു. ഡോപ്പിയൊക്കെ ഇപ്പോഴേ എഴുന്നേറ്റത്. ഇവിടെ പുറത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ട. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എൻ്റെ കണ്ണിൻ്റെ ആ ഒരു പ്രശ്നം മാറിയിട്ടില്ല. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും കണ്ണിന് ആ ഒരു ഇത്. രാത്രി ഞാൻ നമ്മുടെ ക്യാമ്പർ കർപ്പൂരം അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. നല്ല ഉഗ്ര റെമഡി ആട്ടോ ഇത്. നോസിന് ഡ്രൈനസ് തണുപ്പത്തുണ്ടെങ്കിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളി വന്നു. കണ്ടാ വിളി വന്ന്. അതൊരു അപ്രതീക്ഷിതമായി എടുക്കലായി പോയല്ലേ. ഗുഡ് മോർണിംഗ് സാറേ. അയ്യോ തോമസ് കുട്ടി ഓടി. ഇന്ന് ഇഡലി ചട്നിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരിക്കും. ഉണ്ടാവില്ല, ഉറപ്പാണല്ലോ. നമ്മള് ഇന്ന് ഇറങ്ങാണ്. ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ വണ്ടി അവിടെ വന്നിട്ടുണ്ട്. അതെ, വന്ന വണ്ടി തന്നെ. വന്ന വണ്ടി തോമസ് കുട്ടിയും ചന്തുവും. ആയി പറ. ഓക്കെ, ശരി. നമ്മൾ സേവാഗ് ഇവിടെ റെഡിയാണ്. രാജസാറ് ടോപ്പിയുടെ ബാക്കിലിരുന്ന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ എടുക്കാനും നിവർത്തിയില്ലല്ലോ. വണ്ടീനകത്ത് ചൂടല്ലേ. അപ്പൊ നമ്മള് നമ്മുടെ താമസിക്കുന്നിടത്ത് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. നമ്മള് വന്ന വഴിയല്ല പോകുന്നല്ലേ. ഇപ്പൊ നമ്മള് ലേയിലെ No, going to Le Palace. ലേ പാലസ്. ലേ പാലസിലേക്കാണ് പോകുന്നത് കേട്ടോ. സ്കൈ നോക്ക്, എന്ത് രസം. നമ്മൾ ലേ മാർക്കറ്റിന്റെ ആ ഒരു സ്ഥലത്ത് കൂടെയാണ് വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലായില്ല വർത്താനം പറഞ്ഞിരുന്ന സമയത്ത്. ഞാൻ തിരിച്ചു വരുമ്പോൾ അത് കാണിച്ചു തരാം. നമ്മൾ താമസിച്ച നമ്മുടെ സ്ഥലത്ത് നിന്ന് ഇന്നലെ ഞങ്ങൾ കാണിച്ചത് ആ മോളിൽ കാണാണ് പാലസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പം നമ്മൾ അവിടേക്ക് എത്തുന്നത്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളും എല്ലാവരും വരുന്ന സ്ഥലമാണ്. ഇപ്പോഴും അങ്ങനെ വണ്ടികളുണ്ട്. ആ മഞ്ഞ് മൂടി കിടക്കണ കാണാൻ പറ്റും മല കണ്ടോ. ഇത് രസമാണ് കാണാൻ. താഴെ ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയും കണ്ടോ. ഒരു പ്രത്യേക രീതിയിലുള്ള മലകളാണ് ഇവിടെ. ഈ ഒരു കളറിൽ ചിലപ്പോൾ ഇങ്ങനെ കറുത്തിരിക്കുന്ന മല. സാറിറങ്ങി. ഡോപ്പിയുടെ കണ്ണടയൊക്കെ നോക്ക്. വയ്യ, സാറ് മാത്രം കണ്ണട വെച്ചിട്ടില്ല. ഇതുണ്ടോ പാലസിൻ്റെ ആ ഒരു താഴെ ഭാഗത്തുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ തന്നെ ഭാഗമാണ്. ഇതിങ്ങനെ മലയോട് ചേർന്നാണ്. അപ്പോൾ ഇതിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മലയിൽ ആ മലയിലേക്കുള്ള തിരിച്ചു വെച്ചേക്കുന്ന രീതിയിൽ അവർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് രാത്രിയാകുമ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ ചെയ്യുമായിരിക്കും. ലൈറ്റൊക്കെ ഓണാക്കുമായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചേക്കണൊക്കെ ഞാൻ വായിച്ച് പറഞ്ഞുതരാം. അല്ല, ഇവിടെ സ്കാൻ ആൻഡ് പേ ആണിത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ. അപ്പം നമ്മളിത് സ്കാൻ ചെയ്ത് പേ ചെയ്യണമായിരിക്കും. അതായിരിക്കും എൻട്രി. അപ്പോൾ പാലസിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. യോഗ ഡേ ഫ്രീ എൻട്രി. നമുക്ക് ലക്കുണ്ട് കേട്ടോ. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ അല്ലേ. അപ്പൊ ഇന്ന് ഫ്രീ എൻട്രി ആണെന്ന്. യാ, യോഗ ഡേ ഫ്രീ എൻട്രി. ഏൻഷ്യൻ പാലസ് ആണ്. ഏൻഷ്യൻ പാലസ് ഇൻ ലേ. അപ്പം അതിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ആ ഒരു ഇതിനെ കുറിച്ച്. അപ്പം നമ്മളിവിടെ വരുമ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് കയറുവാണെങ്കിൽ അത്ര എളുപ്പമാണ്. ആ സമയത്തുള്ള ഹയസ്റ്റ് ബിൽഡിംഗ്. അപ്പം നമുക്ക് അവിടെ അകത്ത് പോയി കാണാം. അല്ല, ഒരു ബാംഗ്ലൂരിൽ നിന്ന് വന്നവരോ കേട്ടോ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടോ. ഇതൊക്കെ മരത്തിലാണ്. മരത്തിൻ്റെ തൂണൊക്കെ ഇല്ലില്ല. ഇതുണ്ടോ, ഇതൊക്കെ മരവും ഓടും. ഇല്ലില്ല, മരം തന്നെയാണ് മുകളിൽ. മുകളിൽ കണ്ടോ ഡ്രാഗൺ. 2 സൈഡിലും ഡ്രാഗൺ. ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇനി പുറത്ത് വന്നിട്ട് കാണാം. മുകളിൽ മുഴുവൻ കാണാം. അതായത്
നമ്മുടെ ലേ ടൗൺ ഫുള്ള് ഓൾമോസ്റ്റ് ഫുൾ ഭാഗമാണ് ഈ കാണുന്നത്. ദൂരെ എയർപോർട്ട് കാണാം. ഇതുണ്ടോ, ഇത് പാലസിൻ്റെ ടോപ്പ്. അതെ, ലെവൽ 7 ഏറ്റവും ഹൈറ്റിലാണ് ഉള്ളത്. എന്താ അടിപൊളി പാലസായിരുന്നു അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാ. ലഡാക്കിന്റെ ക്യാപിറ്റൽ ആണല്ലേ, അവിടെയാണ് ഈ 17th സെഞ്ച്വറിയിൽ പണിയിപ്പിച്ചിട്ടുള്ള ഈ പാലസ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലൊരു ഷ്രൈനുണ്ട്, അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യൂവും അവിടെ കുറച്ച് ഇങ്ങനെ പ്രേയറിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല സൂപ്പറാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 100 മുറികളുണ്ട് നമ്മളുടെ ഈ ഒരു പാലസിൽ. നല്ല വെയിൽ, നല്ല കിടില വെയിലാണ്. രക്ഷയില്ല മക്കളെ. സൺസ്ക്രീൻ ഒന്നും ഇട്ട് തോപ്പിക്കാൻ പറ്റൂല ഈ വെയിലിടാ. സൺസ്ക്രീൻ ഒന്നുമില്ല. എന്റെ ദൈവമേ, ഞാൻ അത് ഇങ്ങനെയൊക്കെ പിടിച്ചേക്കണേ. ഇവിടെ സൺഗ്ലാസ് മസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ വെച്ചിട്ടില്ല, ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ണിങ്ങനെ പുകയുന്നുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് അല്ലാണ്ട് നോക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ, അല്ലെങ്കിൽ പാലസിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. സ്ഥലത്തിന്റെ പേര് പറഞ്ഞതേ എനിക്കത്ര ക്ലിയർ ആയില്ല. അവിടെ ചെന്നിട്ട് ഞാൻ ബോർഡ് വായിച്ച് പറഞ്ഞതാണ്. നമുക്ക് ഇവിടുത്തെ നമ്മളുടെ ഈ ഒരു റോക്ക് എന്ന് വെച്ചാൽ സാൻഡി അല്ലേ, അല്ലേ അല്ലേ, സാൻഡി റോക്ക് എന്ന് പറയാല്ലേ ഇതിന്. ആണ് ഇത് സാൻഡി റോക്ക് എന്ന് ഞാൻ വായിച്ചു. ആണല്ലോ, ഇത് സാൻഡി റോക്കാണ്. നമുക്ക് ഇവിടെ ഫ്ലൈറ്റ് പോകുന്ന കാണാം, ഫ്ലൈറ്റ് പോകുന്ന കാണാം. നമ്മളെ ഇപ്പൊ പോകുന്നതേ നാഷണൽ ഹൈവേ ഫസ്റ്റിലൂടെയാണ്, NH ഫസ്റ്റിലൂടെയാണ്. നമുക്ക് നമ്മുടെ അങ്ങ് പറഞ്ഞു തന്നു കേട്ടോ. NH ഫസ്റ്റിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇതാണ് NH ഫസ്റ്റ്. കണ്ടോ കണ്ടോ, നമ്മൾ നേരുന്നത് ഹോൾ ഓഫ് ഫെയിം കേട്ടോ. ഹോൾ ഓഫ് ഫെയിമിന്റെ കാർഡ് മാത്രമേ എടുക്കുള്ളൂ, നോ ക്യാഷ്. ഇതിനുള്ളിൽ ആർമീൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ശരി, അവിടെയാണ് എൻട്രൻസ്. അവിടെ എന്താണെന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് വരുന്നത് 125 ആണ് ഒരാൾക്ക്, ആർക്ക് ഇന്ത്യൻ സിറ്റിസന്. അതുപോലെ 14 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഇവിടെ മ്യൂസിയത്തിൽ ഫ്രീ ആയിട്ട് കയറാം. കിട്ടി? അത് ടിക്കറ്റിന്റെ ഒപ്പം കിട്ടുന്നതാ, സുവനീർ അല്ലേ? ഓക്കെ, അത് നമുക്ക് ടിക്കറ്റിന്റെ ഒപ്പം നമുക്ക് വരുന്നതാണ്. അത് കൊള്ളാം അല്ലേ? നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇനി സുവനീർന്ന് വാങ്ങണ്ട. ഇതാണ് ടിക്കറ്റ്. കയറാന്നാ നമുക്ക്. ഹോൾ ഓഫ് ഫെയിമിന്റെ ഉള്ളിൽ ഇതാ ഇതൊക്കെയാണ് കേട്ടോ. സ്റ്റോൺ പോട്ടുകള്, കുക്കിംഗ് പോട്ട്സ്. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്. थैंक यू, जय हिंद। ഇനി സംഭവം പറഞ്ഞുതരാം അല്ലേ? പിടിച്ചെടുത്ത ആയുധം കാണാം, അതാണ് ഈ കാണുന്നത്. എപ്പോൾ പിടിച്ചെടുത്താന്നറിയാവോ? 1947 ഓപ്പറേഷൻസിന്റെ സമയത്ത് അന്നേരം പിടിച്ചെടുത്ത ആയുധങ്ങളാണ്. ഇത് ചൈനക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ. ഇതുപോലെ അവരുടെ രാജ്യത്ത് നമ്മളെ അത് നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ കൊടുക്കില്ല. ഇല്ല, അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കുമല്ലോ. പാകിസ്ഥാൻ ഗൺ മെഷീൻ, അതും പിടിച്ചെടുത്ത ഗൺ മെഷീൻസ്. ഇത് 1965 പിടിച്ചെടുക്കാം കേട്ടോ. എങ്ങനെ റോക്കറ്റ് ലോഞ്ചർ കണ്ട, ഇത് മടയിൽ നിന്ന് പിടിച്ചെടുത്ത. ഗൺ മെഷീൻ, ഗൺ മെഷീൻ കാർഗിൽ വാറിന്റെ സമയത്ത് പിടിച്ചെടുത്തത്. ഇത്രയും
അതെ ഇത്രയും നമുക്ക് ഇവിടെ ഹോൾ ഓഫ് ഫെയിമിൽ കാണിക്കാൻ പറ്റുള്ളൂ. അതെ ബാക്കി നിങ്ങൾ വന്ന് കണ്ടോ അല്ലേ? വന്ന് കാണണം. കാരണം ഇത് കൂടാതെ കുറെ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. അത് വന്ന് കാണണം. എത്രയാണ് മറ്റേ സോൾജേഴ്സിന്റെ വാറിന് മരിച്ചല്ലേ? സോൾജേഴ്സിന്റെ വാർ സിമിട്രിയാണ്. കാർഗിലൊക്കെ മരിച്ചവരുടെ. ഞാൻ അങ്ങോട്ട് പോയില്ല, സാർ അങ്ങോട്ട് പോയിട്ടോ. എങ്ങോട്ട് പോയി? സാർ അവിടെ പോയി, സാർ വെയിലത്ത് പോയി. അവിടെ ഇവിടെ നമുക്ക് എഴുതി വെക്കാം. നമുക്കിവിടെ വരുമ്പോൾ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം. ഇവിടെ മനസ്സിലുള്ളത് ഇവിടെ എഴുതി ഇങ്ങനെ നോട്ടീസ് പോലെ ഇടാം. മെമ്മോറബിലിയ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ കേട്ടോ അവിടെ എഴുതാൻ ഞാൻ വന്നപ്പോൾ എന്നോട് ഡോക്ടറാണ് പറഞ്ഞത് മലയാളത്തിൽ എഴുതിയിടുന്നത്. ഞാനിവിടെ എഴുതുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുമായിരുന്നു എന്താണ് ഈ ഭാഷ, നല്ല രസമുണ്ടല്ലോ, എൻ്റെ ലിപി കാണാൻ നന്നായിട്ടുണ്ടല്ലോ. കേട്ടോ നമ്മളിതാണ് ഇവിടെ എഴുതി വെച്ചത്. ഞങ്ങളുടെ മൂന്നാളുടെയും പേര് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചത്. കുറേ പേര് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഹെവി വെയിലാണ്. അതിൻ്റെ അകത്തോട്ട് അതിൽ പോയിട്ട് വരാം. നമ്മുടെ സൈനികരെ കാർഗിൽ യുദ്ധ സമയത്ത് ഇവിടെ അടക്കിയത് മറ്റ് സൈനികരുടെ ഞാൻ കണ്ടിട്ട് വരാം. അപ്പം ഇതുണ്ടോ എന്തോരം വരാൻ നോക്കിയേ, എന്തോരം വരാൻ നോക്കിയേ. കുറേ പേര്, ഇത്രയും പേര് മരിച്ചു. എല്ലാവരുടെയും പേരൊക്കെ ഉണ്ട്. ഒരു ഏരിയ ഫുൾ സൈനികരും മരിച്ച സൈനികരാണ്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തത് എവിടെയാണ്? Shanti Stupa. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താ സാറേ പറഞ്ഞത്? Shanti Stupa. Stupa. Yes, sir. Stupa. It's a stupa built by Japanese monk. ഓക്കെ. ഞങ്ങളിവിടെ ശാന്തി സ്തൂപ അവിടെ വന്നു വീക്കായി. എൻ്റെ മനസ്സൊക്കെ വീക്കായി. അതെ ആ കാറിനകത്ത് ചൂടുണ്ട്, ഭയങ്കര ചൂടാ. ചൂട് മൊത്തത്തിൽ ചൂടാ ഇവിടെ. ഇപ്പം പുറത്ത് തണുപ്പുണ്ട്. പുറത്തെന്ന് വെച്ചാല് ക്ലൈമറ്റ് തണുപ്പുണ്ട്, പക്ഷേ ഹോട്ടാണ്, മീൻസ് സൺലൈറ്റ് കൂടുതലാണ്. അപ്പം അതിൻ്റെ വീക്കാണ്. നമ്മൾ ഇറങ്ങിയൊക്കെ നടക്കുമ്പോൾ ഈ വെള്ളം വണ്ടി വെച്ചിട്ടല്ലേ പോണേ. നിങ്ങൾ വെള്ളം എടുക്കാൻ മറന്നു. ഇത് കണ്ടോ, എല്ലാം കൂടെ പിടിച്ചിട്ട് നടക്കാൻ പറ്റില്ല. എൻ്റെ ഉൾഭാഗം ഇങ്ങനെയാ. ഇവിടെ കുറേ ഇവിടെ ലാമയമാരുടെ ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ. ആ ചെരുപ്പ് വരണമെന്ന് തോന്നുന്നു, പക്ഷേ ഒരേക്കാം. സ്തൂപയിലെത്തി ഞങ്ങൾ. ശാന്തി സ്തൂപയുടെ പുറത്തുനിന്നുള്ള വ്യൂ ചെയ്ത്. എലിസ വന്നില്ല, എലിസ ടയർഡായി, കാരണം ഞങ്ങൾ മാത്രം ഇങ്ങോട്ട് പോകുന്നു. ശാന്തി സ്തൂപയിൽ നിന്നുള്ള വ്യൂ നോക്കി, എവിടെ നോക്കിയാലും ഭയങ്കര ഭംഗിയാണ്. ഇവിടെ അടുത്തായിട്ടിങ്ങനെ ദൂരത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ മെയിനായിട്ടുള്ള പറഞ്ഞാൽ ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് കണ്ടോ. ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. തണുത്ത മരുഭൂമിയാണല്ലേ കാശ്മീർക്കുള്ള റൂട്ടാണല്ലേ? ഓടി ഇതിന്റെ അടുത്തോട്ട് വന്നപ്പോ നാട്ടിൽ എവിടെയാന്ന് കേട്ടത് കുറച്ച് ക്ഷീണം മാറി. പേര് വെച്ചില്ലേ? സന്തോഷം അല്ലേ? ആ സന്തോഷം. നാട്ടിലെവിടെയാ? മാവേലിക്കര, ആലപ്പുഴ. നമ്മുടെ നാട്ടുകാരനല്ലേ? നാട്ടുകാരനാണ്. പിന്നെ നമ്മുടെ ഈ ബ്രോയിലാ വർക്ക് ചെയ്യുന്നത്, അതായത് മോഡൽ റോഡ് ഓർഗനൈസേഷൻ. ബ്രോ ബ്രോ അവിടെ നിൽക്കണേ. അതായത് ഇവിടുത്തെ ഡെവലപ്മെന്റ്, റോഡിന്റെ ഡെവലപ്മെന്റ് അല്ലേ? അല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലേ സിന്ധു നദിയും പിന്നെ വേറൊരു നദി, അത് സംസ്കാർ. എവിടെയുണ്ട് സംസ്കാർ? അതാണ് പേര്. എന്തോ സംഭവം കാണിച്ചു തരാൻ സാറ് പറഞ്ഞു. എന്താ അത്?
ഓക്കെ ഇവര് അങ്ങ് ദൂരത്തൊന്നും വരുന്നതാണ് മുഴുവൻ ദൂരം പോകാനാണ് ഇവിടെയൊക്കെ സ്ലോയാ ഓക്കെ ആ അപ്പൊ ആ റാപ്പിഡായിട്ട് പോകുന്നിടത്ത് മാത്രം നമുക്ക് കാറ്റിങ് ഇറങ്ങിപ്പോകും ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അതെ നമ്മളപ്പോൾ റാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട് റാഫ്റ്റിംഗ് What happened? Hot. അങ്ങനെ മുകളിൽ താഴെ വന്നു നമ്മള് അവിടെ സംഘം പോയിന്റ് നിന്നില്ലേ അവിടെ നമ്മള് താഴെ വന്നു ആ മുകളിൽ നിന്ന് അവിടെ നമ്മളിവിടെ താഴെ വന്നേ താഴെ വന്നു റിവർ പുറകില് സിന്ധു നദി സംസ്കാർ റിവർ പിന്നെ ഇവിടെ വേൾഡ് ഹയസ്റ്റ് റാഫ്റ്റിംഗ് പോയിന്റ് ആണിത്. അപ്പോൾ ഇവിടെ 14 കിലോമീറ്റർ നമുക്ക് ഈ നദിയിലൂടെ റാഫ്റ്റ് ചെയ്യാം. പിന്നെന്താ അപ്പോൾ 14 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ എടുക്കും. 2000 ആണ് അതിൻ്റെ ഒരു റേറ്റ്. അതിൻ്റെ ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. നമ്മൾ പോകുന്നില്ല. നമ്മളിനി നമ്മുടെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകും. ഇതെല്ലാം നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ റാഫ്റ്റിങ്ങിന് പോയില്ലെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഇവിടെ വന്ന് ഇതൊക്കെ ഇങ്ങനെ കാണാമല്ലോ. ഭയങ്കര രസമാണ് അവിടെ. എനിക്ക് കണ്ണിൽ പോയിട്ട് ചിലർക്ക് ഇങ്ങനെ ഡ്രൈനസ് വരും. പിന്നെ നമ്മള് ഇവിടെ വരുമ്പം ഇലക്ട്രാൾ ഉണ്ടല്ലോ അത് ഒരു 1 ലിറ്റർ വാട്ടറിൽ അതങ്ങ് പൊട്ടിച്ചിട്ട് ആ വെള്ളം അങ്ങ് നമ്മൾ ഇടക്കിടക്ക് കുടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നല്ല വെയിലുണ്ടെങ്കിൽ നമ്മുടെ ശരിക്കും എനർജി ലോസ് ആവും. എനിക്ക് ആ ചൂടിൻ്റെ പറ്റാത്ത. പക്ഷെ ഇവിടെ നല്ല കാറ്റുണ്ട്, ഇവിടെ നല്ല സുഖമായിട്ട് നിൽക്കാം. ഐസ്ക്രീം കഴിക്കാൻ പറ്റിയ സ്ഥലം. സോഫ്റ്റ് ഐസ്ക്രീമിന്റെ ദിസ് ഈസ് നോട്ട് ഐസ്ക്രീം, ഐസ് സ്റ്റോൺ. ഇവിടെ ഐസാണല്ലോ കൂടുതലും. സ്റ്റോൺ എന്ന് പറയുമല്ലോ, ഐസ്. ഐസ് നോട്ട് ക്രീം. ഹിമാലയത്തിൽ നിന്ന് ഐസേ കിട്ടുള്ളൂ, ക്രീം കിട്ടൂല. സോഫ്റ്റ് വന്നിരുന്നു കടിച്ചിട്ട്. വെയിലത്ത് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അതായത് ചൂട് കുറക്കാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു. പക്ഷെ ഐസ് അല്ലേ കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾ വെയിലത്ത് കഴിക്കുന്നു. അത് കളിക്കുന്നതായിരുന്നു. അല്ല എന്റെ ഗുണം കൊണ്ട് വരാൻ തുടങ്ങി. തുടങ്ങിയോ? ആണോ? കുറച്ചേരം വെയിലത്ത് ഇവിടെ വെക്ക്. നമ്മളിപ്പോൾ ഉള്ളത് മാഗ്നറ്റിക് ഹിൽസിലാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഉണ്ടോ, ഇപ്പം നമ്മൾ കാറ് കയറ്റത്ത് ഇട്ടിരിക്കുകയാണ്. ന്യൂട്രൽ ഇട്ടപ്പോഴത്തേനും വണ്ടി കയറ്റത്തോട്ട് തന്നെ കയറി വരുന്നു. അത് മാഗ്നറ്റിക്കിൻ്റെ എഫക്റ്റ് കൊണ്ട് വണ്ടി ഇതിപ്പോൾ കയറ്റമാണ്. നമ്മൾ കണ്ടോ കയറ്റം, നമ്മുടെ വണ്ടിയാണിത്. അപ്പോൾ കയറ്റത്തോട്ട് വണ്ടി കയറി വരുവാണ്. പിന്നെ ഇവിടെ ഓൾ ടെറൈൻ മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ പേ ചെയ്താൽ നമുക്കത് യൂസ് ചെയ്യാം. ഈ കാണുന്ന ഹില്ലാണ്. ഈ ഹില്ലിലാണ് മാഗ്നറ്റ്സ് കൂടുതലുള്ളതെന്ന് പറയുന്നത്. അപ്പം ആ ഹില്ലിൻ്റെ അട്രാക്ഷൻ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എലിസ അങ്ങനെ ടയേർഡായി. അപ്പം നമുക്കിനി അടുത്തത് അങ്ങോട്ട് പോകാമല്ലേ, മാർക്കറ്റിലോട്ട് പോകാം എലിസ? ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പോവാണ്. മാർക്കറ്റിൽ നിന്ന് ഒരു ജാക്കറ്റ് വാങ്ങിക്കണം. പിന്നെ സിം എടുക്കണം. നമ്മുടെ സിം താമസിക്കുന്നിടത്തെ അതുണ്ടായിരുന്നു, വൈഫൈ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാളെ പോകുന്നത് ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടില്ല. അതിന് താമസിക്കുന്നത് വേറെ സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മാർക്കറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ എത്ര മണിയാണെന്ന് അറിയാമോ? രാത്രി 7 മണി. ഇതാണ് രാത്രി 7 മണി. എൻ്റെ കണ്ണൊക്കെ ചുവന്നത് നോക്ക്. എൻ്റെ 2 കണ്ണും ബേണിങ് ആയിട്ടേ. ഞാൻ മറ്റേ ആർട്ടിഫിഷ്യൽ ടിയറോ എന്താ പറയണേ, ഈ എന്തോ ഒരു സാധനമില്ലേ നമ്മുടെ കണ്ണിന് ഇതാക്കുന്ന, കണ്ണിന് ലൂബ്രിക്കേഷൻ കൊടുക്കുന്ന. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ലക്ഷ്യം 2 ദിവസം പിടിക്കായിരിക്കും ശരിയാവാൻ. അപ്പം അങ്ങനെ എനിക്കത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് വെയിലിൻ്റെ പ്രശ്നമുണ്ട്. ആണല്ലേ? ഡോബിക്ക് അത് നിസ്സാരമായിരുന്നേ. എനിക്കതിട്ടപ്പോ നേറിയത് കണ്ടോ? എന്നുവെച്ചാൽ എനിക്ക് അത്രയും വേദന ഉണ്ട് കണ്ണിന്. അതാണ് എനിക്ക് അങ്ങനെ നേറിയത്. എനിക്ക് ചിലപ്പോ ഇന്ന് രാത്രിയും നാളെയൊക്കെ ഇട്ടാലേ മാറുള്ളൂ. അത്ര പ്രശ്നമുണ്ട് എനിക്ക് കണ്ണിന്. ഇപ്പോഴും പറ്റണില്ല. അതെ അതെ അപ്പൊ ഇവിടെ ഇതാണ് ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ഹാൻഡ്
നമ്മൾ പോകുന്നത് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് ജാക്കറ്റ്സ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ജാക്കറ്റ് വാങ്ങിക്കാത്തതെന്ന് വെച്ചാൽ ചിലപ്പോഴേ ആവശ്യം വരുള്ളൂ. നമ്മുടെ കയ്യിലുണ്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള 2 ജാക്കറ്റ് ഉണ്ട്, ഫുൾ സ്ലീവ് ആയിട്ടുള്ളത് ഉണ്ട്. രാത്രി 7:30 ഞങ്ങള് മാർക്കറ്റ് സാധനം മേടിക്കാൻ നിൽക്കുന്നു. രാത്രി 7:30 ഹുഡി എത്ര എന്നാവോ? ഈ ഹുഡി നിനക്ക് യൂസ് ചെയ്യാം. How much? Bye. How much? The price? Price का है 650. 650. 600. 600. Hey. നിനക്ക് കിട്ടിയാലും മതിയല്ലോ. നിനക്ക് കിട്ടിയാലും മതിയല്ലോ. നിനക്ക് എൻ്റെ മുകളിലേക്ക് മറ്റേ ജാക്കറ്റ് ഇട്ടാൽ മതിയല്ലോ. മറ്റേ ജാക്കറ്റ് ആള് നിൽക്കുന്നുണ്ടാ. ഇവിടെ രോമൊക്കെ ഉണ്ടല്ലോ. മാർക്കറ്റിൽ നമ്മളിനി വരുന്നുണ്ട് അല്ലേ. നമ്മളിനി എല്ലായിടത്തും കറങ്ങിയിട്ട് ലാസ്റ്റ് ഡേ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വരുന്നുണ്ട്. മാർക്കറ്റ് അപ്പോൾ കാണാൻ പറ്റും. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ ബുദ്ധിസ്റ്റ് പ്രെയർ വീൽസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കുരിശുപള്ളിയൊക്കെ പോലെ എല്ലായിടത്തും ഉണ്ട് ഇവിടെ. എനിക്ക് അവിടെ നിന്ന് കറക്കണമെന്നുണ്ടോ? കറക്കാം. നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ സിം എടുക്കണം. കാരണം ഇവിടെ വേറെ നമ്മുടെ ഫോൺസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എയർടെല്ലും ജിയോആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതെടുക്കാൻ നോക്ക്. ഞങ്ങളൊരു സിം എടുക്കാൻ എയർടെല്ലിൽ സിം എടുക്കാൻ പോവാണ്. ഇത് കണ്ടോ, അതെ ഇത് അങ്ങോട്ടുള്ള വഴി ഇതിലെയാണ് പോകുന്നത്. കർത്തുങ്ല ഒക്കെ പോകുന്ന വഴിയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ്. നമ്മുടെ സേവാഗ് സെവാങ് മെയിൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കുന്നത് അതായത് മാൻ മാർക്കറ്റ് എന്നാണ്. അതെ. അപ്പോൾ അങ്ങനെ അപ്പം അപ്പോളോ മെഡിക്കൽ ഹാളിൽ പോയിട്ട് നമുക്ക് ടിഷ്യൂ മേടിക്കാം. ടോയ്ലറ്റ് ടിഷ്യൂ അല്ല, വെറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞേ. വെറ്റ് ടിഷ്യൂ ആകുമ്പം ഇത് ആകത്തില്ല, നമ്മുടെ സാനിറ്റൈസും ആകുമല്ലോ. ടോയ്ലറ്റ് ടിഷ്യൂ മതിയോ? 7:45 കാണുന്നേ. 7:45 അതെയോ മെഡിക്കൽ സ്റ്റോർ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ കണ്ണടച്ചിരുന്നാണ് പറയണേ. കണ്ണൊക്കെ പോയിരിക്കുകയാണ്. നോക്കാനേ പറ്റൂല. അപ്പൊ നോക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ എന്റെ കണ്ണിന് ഞാൻ നേരത്തെ പോലെ പറയണ്ടായിരുന്നില്ലേ, മറ്റേ സണ്ണിന്റെ ഇതായിട്ട് ചൂട് കൂടുതൽ അടിച്ചിട്ട്. പക്ഷെ എനിക്കും ഡോക്ടറൊന്നും ഒരു പ്രശ്നമില്ല. എനിക്കത് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ സാധാരണ ഇവിടെ വന്നവർക്കൊന്നും ഇങ്ങനൊരു സംഭവം വന്നിട്ടില്ല. അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശ്വാസം കിട്ടാതെ വരലും അങ്ങനെയൊക്കെ ഉള്ളൂ. ഞാൻ കണ്ണിലിപ്പോൾ ഡ്രോപ്സ് ഇട്ടേക്കുവാണ്. അതാ ഞാൻ കണ്ണു തുറക്കാത്തത്. അപ്പൊ നാളെ ഞങ്ങള് ഇനി ദൂരത്തോട്ട് പോവാണ്. കർത്തുങ്ല പാസ് അങ്ങനെ. അപ്പം 7 days കഴിഞ്ഞ് തിരിച്ച് ലേയിൽ വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം. ബൈ.